ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 നടന്ന കേഡറ്റ് പരീക്ഷയിലെ സൈക്കോളജിയിലെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്ത കൂട്ടങ്ങളിൽ സാമീപ്യ നിയമത്തിന് സമാനമായ കൂട്ടം ഏതാണ്? ഓക്കെ, സാമീപ്യ നിയമത്തിന് സമാനമായ കൂട്ടം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്, 4 ചിത്രങ്ങൾ കാണാൻ പറ്റും. ഇതിൽ സാമീപ്യ നിയമത്തിന് സമാനമായ കൂട്ടം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, ഗൃഹപാഠം ചെയ്യാതെ 7ാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല, രാധ ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട നിമിഷം തന്നെ ചില കുട്ടികൾ നോട്ട് പുസ്തകത്തിൽ എഴുതാൻ തുടങ്ങി. ഇവിടെ ടീച്ചർ പ്രയോഗിച്ച പഠനതന്ത്രം ഏതാണ്? ഓക്കെ, ഇവിടുത്തെ പഠനതന്ത്രം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഉണ്ട്, ധനപ്രബലനം, സന്നദ്ധതാ നിയമം, ഘൃണപ്രബലനം, ഫലനിയമം. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഘൃണപ്രബലനം, അതായത് നെഗറ്റീവ് റൈൻഫോഴ്സ്മെൻ്റ് ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ റോബർട്ട് ജെ ഹാവിഗസ്റ്റിൻ്റെ വികസന പ്രവൃത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ, വികസന പ്രവൃത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഉണ്ട്, സൗന്ദര്യാത്മക ശക്തി, ശാരീരിക പരിപക്വനം, മൂല്യങ്ങളും താല്പര്യങ്ങളും, സാംസ്കാരിക സമ്മർദ്ദം. ഇവിടെ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, സൗന്ദര്യാത്മക ശക്തി. ഓക്കെ, സൗന്ദര്യാത്മക ശക്തിയാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, മിക്ക അധ്യാപകരും വൈകി വരുന്നവരെ ക്ലാസ്സിന് പുറത്ത് നിർത്തുന്നു. എന്നാൽ എന്നും വൈകി വരുന്ന സനീഷിനെ ഷാരി ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നതിനു പകരം അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാസ്സിൽ കയറ്റി. അധ്യാപികയുടെ ഈ പ്രവൃത്തി ഏത് മനഃശാസ്ത്രജ്ഞൻ്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ഉണ്ട്, അബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, വൈഗോട്സ്കി, ജെറോം എസ് ബ്രൂണർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, അബ്രഹാം മാസ്ലോ. ഓക്കെ, അബ്രഹാം മാസ്ലോ ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, സോഷ്യോഗ്രാം ഉപയോഗിച്ച് കുട്ടികളെ വിശകലനം ചെയ്തപ്പോൾ അമ്പിളി ടീച്ചർക്ക് ലഭിച്ച ചിത്രീകരണം താഴെ കൊടുത്തതുപോലെയാണ്. ഇത് ഏത് തരം ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, ഇവിടെ ചിത്രം കാണാൻ പറ്റും. ഇത് ഏത് തരം ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട്, ക്ലിക്കുകൾ, ഗ്യാങ്ങുകൾ, സ്റ്റാർ, ദത്തങ്ങൾ. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ക്ലിക്കുകൾ. ഓക്കെ, അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ ക്ലിക്കുകളാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പോഷക പഠനം, ശീഘ്ര മുന്നേറ്റം, വേറിട്ട ക്ലാസുകൾ, ഇരട്ട കയറ്റം എന്നീ പരിപാടികൾ ഏത് തരം കുട്ടികൾക്കാണ് ഏറ്റവും അനുയോജ്യമായത്? ഓക്കെ, ഇത്തരം പരിപാടികൾ ഏത് തരം കുട്ടികൾക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ഓപ്ഷൻസ് ഉണ്ട്, സർഗപരതയുള്ള കുട്ടികൾ, പ്രതിഭാശാലികൾ, പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, ശാരീരിക വൈകല്യമുള്ളവർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രതിഭാശാലികൾ. ഓക്കെ, പ്രതിഭാശാലികൾ എന്നതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, വിദ്യാലയത്തിൽ നിരന്തരമായി മോഷണം നടത്തുന്ന കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് PTA ആലോചിച്ചപ്പോൾ അവൻ്റെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ശിക്ഷ നൽകാതെ നീതിയും സമത്വവും പരിഗണിച്ച് തുടർ പഠനത്തിന് അവസരം നൽകി. അധ്യാപകൻ്റെ ഈ പ്രവൃത്തി കോൾബർഗിൻ്റെ ഏത് നൈതിക വികാസ ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഏത് നൈതിക വികാസ ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്, ശിക്ഷയും അനുസരണയും, സാർവജനീന സദാചാര തത്വം, സാമൂഹിക സുസ്ഥിതി പാലനം, സാമൂഹിക വ്യവസ്ഥ നിയമപരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സാർവജനീന സദാചാര തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. ഓക്കെ, സാർവജനീന സദാചാര തത്വം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, തലയണയെ തൻ്റെ കൂട്ടുകാരിയായി സങ്കല്പിച്ച് സംഭാഷണം നടത്തുന്ന കുട്ടി പിയാഷയുടെ കാഴ്ചപ്പാടിൽ ഏത് മാനസിക കഴിവുകളുടെ പൂർത്തീകരണമാണ് നടത്തുന്നത്? ഓക്കെ, ഏത് മാനസിക കഴിവുകളുടെ പൂർത്തീകരണമാണ് നടത്തുന്നത്? ഓപ്ഷൻസ് ഉണ്ട്, അഹം കേന്ദ്രീകൃത ചിന്ത, സചേതനത്വം, പ്രതീകാത്മക ചിന്തനം, കേന്ദ്രീകരണം. ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രതീകാത്മക ചിന്തനം, സിംബോളിക് തോട്ട്. ഓക്കെ, പ്രതീകാത്മക ചിന്തനമാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ സമീപന വർജന സംഘർഷത്തിന് യോജിച്ച ഉദാഹരണം ഏതാണ്? ഓക്കെ, സമീപന വർജന സംഘർഷത്തിന് യോജിച്ച ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം, കളിക്കാൻ കൂട്ടുകാരോടൊപ്പം പോവുകയും വേണം, TV-യിൽ ക്രിക്കറ്റ് കാണുകയും വേണം, അതേപോലെ വയറുവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയില്ലെങ്കിൽ അച്ഛൻ്റെ അടിയും സ്കൂളിൽ നിന്ന് ടീച്ചറിൻ്റെ ശിക്ഷയും കിട്ടും, കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയും വേണം, കാർട്ടൂൺ കാണുകയും വേണം, അതേപോലെ ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ഓൺലൈൻ ക്ലാസ് കാണുകയും വേണം,
ഫുട്ബോൾ കളിക്കാൻ പോവുകയും വേണം. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ഓൺലൈൻ ക്ലാസ് കാണുകയും വേണം, ഫുട്ബോൾ കളിക്കാൻ പോവുകയും വേണം. ഇതാണ് സമീപന വർജന സംഘർഷത്തിന് യോജിച്ച ഉദാഹരണം. ഓക്കെ, അടുത്ത ചോദ്യം. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമായ മനോലൈംഗിക വികാസഘട്ടത്തിൽ പിതൃകാമനയും മാതൃകാമനയും എന്ന സവിശേഷതകൾ കാണപ്പെടുന്ന ഘട്ടം ഏതാണ്? ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമായ മനോലൈംഗിക വികാസഘട്ടത്തിൽ പിതൃകാമനയും മാതൃകാമനയും എന്ന സവിശേഷതകൾ കാണപ്പെടുന്ന ഘട്ടം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: ജനനേന്ദ്രിയ ഘട്ടം, നിർലീന ഘട്ടം, ലിംഗഘട്ടം, ഗുദഘട്ടം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലിംഗഘട്ടം. ഓക്കെ, ലിംഗഘട്ടമാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ചില പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത്, ബാഹ്യ പ്രേരണ സമ്മാനങ്ങൾ കൊണ്ടോ അംഗീകാരങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കപ്പെടുന്നില്ല. അത് തെറ്റാണ്. അടുത്തത്, സ്വയം പ്രചോദിതമായി ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതാണ് ആന്തരിക പ്രേരണ. ഓക്കെ, ആന്തരിക അഭിപ്രേരണ. അത് ശരിയാണ്. അതേപോലെ ബാഹ്യാഭിപ്രേരണ ആന്തരികാഭിപ്രേരണയ്ക്ക് കാരണമാകുന്നില്ല. അത് തെറ്റാണ്. അടുത്തത്, ബാഹ്യാഭിപ്രേരണ ആന്തരികാഭിപ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമായി തീരുന്നു. അത് ശരിയാണ്. അതായത് ബിയും ഡിയും ശരിയാണ്. ഓക്കെ, ബിയും ഡിയും ശരി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ബിയും ഡിയും ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വിലയിരുത്തുന്നതിന് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. ഇതിലിവിടെ ഏതാണ് വരിക? ഓപ്ഷൻസ് ഉണ്ട്: ഓർമ്മ, വ്യക്തിത്വം, ബുദ്ധി, അഭിക്ഷമത. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വ്യക്തിത്വം, പേഴ്സണാലിറ്റി. ഓക്കെ, വ്യക്തിത്വം വിലയിരുത്തുന്നതിന് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു വ്യക്തിയുടെ വികാസത്തിൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യ ഘടകങ്ങൾ ശരിയായത് ഏതാണ്? ഓക്കെ, ഇതിൽ ഒരുപാട് പറയുന്നുണ്ട്. ഞാൻ ഉത്തരം മാത്രം പറയാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗ്രന്ഥികൾ, ലിംഗഭേദം, വംശം, ബുദ്ധിശക്തി. ഓക്കെ, ഗ്രന്ഥികൾ, ലിംഗഭേദം, വംശം, ബുദ്ധിശക്തി എന്നിവയാണ് ഒരു വ്യക്തിയുടെ വികാസത്തിൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യ ഘടകങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. ക്ലാസ് റൂം പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള നിരീക്ഷണം, ക്ലാസ് ചർച്ചകൾ, വിദ്യാർത്ഥികളുടെ മടക്കധാരണ, ഫീഡ്ബാക്ക് എന്നിവ ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമാണ്? ഓക്കെ, ക്ലാസ് റൂം പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള നിരീക്ഷണം, ക്ലാസ് ചർച്ചകൾ, വിദ്യാർത്ഥികളുടെ മടക്കധാരണ, ഫീഡ്ബാക്ക് എന്നിവ ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻസ് ഉണ്ട്: പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ, പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സംഗീത ടീച്ചർ ക്ലാസ്സിലെ 6 ഗ്രൂപ്പുകളിൽ ഒരു ലേഖന ഭാഗം നൽകി. ഗ്രൂപ്പുകളോട് പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കാനും ആശയങ്ങൾ ചുരുക്കുന്നതിനും ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിനും ഇനി എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനും അവസരം നൽകി. എങ്കിൽ ടീച്ചർ ഇവിടെ സ്വീകരിച്ച തന്ത്രം എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്: കണ്ടെത്തൽ പഠനം, ആശയദാന മാതൃക, സംവാദാത്മക പഠനം, പ്രതിക്രിയ അധ്യാപനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രതിക്രിയ അധ്യാപനം. ഓക്കെ, പ്രതിക്രിയ അധ്യാപനമാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. പെൺകുട്ടികൾക്ക് ക്ലാസ് അടിച്ചു വൃത്തിയാക്കുന്ന പണിയാണ് കൂടുതൽ നല്ലത്. ആൺകുട്ടികൾ ഡെസ്കും ബെഞ്ചും മാറ്റിയിടട്ടെ. ക്ലാസ് ടീച്ചർ പറഞ്ഞു. ടീച്ചറുടെ ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് ഉണ്ട്: ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ബയാസ്, ജെൻഡർ ഐഡൻറ്റിറ്റി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തവയിൽ കാൾ റോജേഴ്സിൻ്റെ വ്യക്തിത്വ സിദ്ധാന്ത കാഴ്ചപ്പാടുകളിൽ പരിഗണിക്കുന്ന ആശയങ്ങൾ ഏതെല്ലാം? ഓക്കെ, ഇവിടെ കുറേ പറയുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആദർശാത്മക അഹം, ഐഡിയൽ സെൽഫ്, നിരുപാധിക പരിഗണന, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, യാഥാർത്യാധിഷ്ഠിത അഹം, റിയൽ സെൽഫ്. ഓക്കെ, ആദർശാത്മക അഹം, നിരുപാധിക പരിഗണന, യാഥാർത്യാധിഷ്ഠിത അഹം. ഇതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ, വികാസ തത്വങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വികാസം ക്രമീകൃതമാണ്, വികാസം വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് കടക്കുന്നു, വികാസം പ്രവചനീയമാണ്, വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ഇവിടെ ഏതാണ് ഉത്തരം?
വികാസം ക്രമീകൃതമാണ്, ശരിയാണ്. ഓക്കെ, അതേപോലെ വികാസം പ്രവചനീയമാണ് എന്നുള്ളതും ശരിയാണ്. വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണ് എന്നുള്ളതും ശരിയാണ്. എന്നാൽ ഓപ്ഷൻ ബി പറയുന്നത് വികാസം വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വികാസം നടക്കുന്നത്, ഇപ്പോൾ ശരീരത്തിൽ വികാസം നടക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവായിട്ടൊരു വികാസം നടക്കുകയും പിന്നെ ഈ കയ്യിലേക്കും കാലിലേക്കും പിന്നെ വിശേഷത്തിലേക്ക് പോകാനുള്ള ചെയ്യുക. അപ്പോൾ സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കാണ് വികാസം നടക്കുക. പക്ഷേ ഇവിടെ പറയുന്നത് വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ തെറ്റായതാണ് ഈ ഒരു വാചകം. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. രമേശ് മാഷ് ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നൽകി. കുട്ടികളുടെ ഏത് തരം ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ പ്രവർത്തനം സഹായിക്കുക? ഓക്കെ, ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഏത് തരം ബുദ്ധി വർദ്ധിപ്പിക്കാനാണ് ഈ പ്രവർത്തനം നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രവർത്തനം സഹായിക്കുക? ഉത്തരം ഓപ്ഷൻസ് ഉണ്ട്. ആന്തരിക വൈയക്തിക ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, വ്യക്താന്തര ബുദ്ധി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വ്യക്താന്തര ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഓക്കെ, ഉത്തരം വ്യക്താന്തര ബുദ്ധിയാണ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളെ, സ്ലോ ലേണേഴ്സിനെ പഠിപ്പിക്കുന്നതിന് നൽകുന്ന നിർദ്ദേശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളെ പഠിപ്പിക്കുന്നതിന് നൽകുന്ന നിർദ്ദേശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്. വിജയകരമായി പൂർത്തിയാക്കാവുന്ന ചെറിയ പഠന പ്രവർത്തനങ്ങൾ നൽകുക. ഓക്കെ, അതേപോലെ വെല്ലുവിളി ഉയർത്തുന്ന പഠന പ്രവർത്തനങ്ങൾ നൽകുക. ചെറുതും ക്രമീകൃതവുമായ പഠന ഭാഗങ്ങൾ നൽകുക. പാഠഭാഗങ്ങൾ ചെറിയ ഭാഗങ്ങളാക്കി നൽകി ഓരോ ഘട്ടത്തിലും മടക്കധാരണ നൽകുക, ഫീഡ്ബാക്ക് നൽകുക. ഇതിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വെല്ലുവിളി ഉയർന്ന പഠന പ്രവർത്തനങ്ങൾ നൽകുക. ഇതാണ് ഈ മന്ദപഠിതാക്കളെ പഠിപ്പിക്കുന്നതിന് നൽകുന്ന നിർദ്ദേശങ്ങളിൽ പെടാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം. നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൻ്റെ ശരിയായ പ്രക്രിയ ഘട്ടങ്ങൾ ഏതാണ്? തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്, നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൻ്റെ ശരിയായ പ്രക്രിയ ഘട്ടങ്ങൾ ഏതാണ്? ഇവിടെ ഘട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആദ്യം മാതൃക നൽകൽ, പിന്നെ ശ്രദ്ധ, പിന്നെ നിലനിർത്തൽ, പിന്നെ ചാലക പ്രകടനം. ഇതാണ് ശരിയായ ഘട്ടങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. വ്യക്തിക്ക് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും കഴിയുന്ന ബുദ്ധി എന്ന് റോബർട്ട് ജെ സ്റ്റോൺബർഗ് വിശേഷിപ്പിക്കുന്ന ബുദ്ധിയുടെ ഘടകം ഏതെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ വിശേഷിപ്പിക്കുന്ന ബുദ്ധിയുടെ ഘടകം ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് ഉണ്ട്. കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ്, എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ്, കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ്, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ്. ഓക്കെ, കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ് ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്ത ആശയങ്ങൾ പരിഗണിക്കുക. അതായത് ആശയദാന മാതൃക, പ്രതിക്രിയ അധ്യാപനം, സംവാദാത്മക പഠനം, കണ്ടെത്തൽ പഠനം. ഇവയിൽ ഏതാണ് ജെറോം എസ് ബ്രൂണറിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, ഇവയിൽ ഏതാണ് ജെറോം എസ് ബ്രൂണറിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ആശയദാന മാതൃക, അതേപോലെ കണ്ടെത്തൽ പഠനം, ഇത് രണ്ടും ബ്രൂണറിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് എയും ഡിയും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഓപ്ഷൻ സി പറയുന്നുണ്ട്, എയും ഡിയും ശരിയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. നിയമങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹ്യൂമൻ റൈറ്റ് ആക്ട്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ് ആക്ട് ആണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളിൽ പെടാത്തത്. ബാക്കിയുള്ളതൊക്കെ പെടുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? മെൻ്റൽ ഹെൽത്ത് ആക്ട്, പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, നാഷണൽ ട്രസ്റ്റ് ആക്ട്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനയിൽ വായനാ വൈകല്യവുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ഡിസ്ലെക്സിയയുമായി ബന്ധപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വായിക്കുമ്പോൾ ചില പദങ്ങൾ വിട്ടു വായിക്കുന്നു, നിർത്തേണ്ടിടത്ത് നിർത്താതെ വായിക്കുന്നു, 1-2 വരികൾ വിട്ടു വായിക്കുന്നു, അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നു. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നു. ഓക്കെ, അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നു എന്നുള്ളതാണ് ഈ ഡിസ്ലെക്സിയ എന്നതുമായി ബന്ധപ്പെടാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ വൈകാരിക ബുദ്ധിയുടെ
നിർവചനമായി കണക്കാക്കാവുന്നത് ഏത്? ഓക്കെ, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ വൈകാരിക ബുദ്ധിയുടെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ നിർവചനമായി കണക്കാക്കാവുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് ഉണ്ട്. വൈകാരികാവസ്ഥയെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവ്, അത് ശരിയാണ്. തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരികാവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ്, അതുമുണ്ട്. അതേപോലെ സ്വയം പ്രചോദിതമാവുക, ഇതുമുണ്ട്. ഓപ്ഷൻ ഡി പറയുന്നുണ്ട് മുകളിൽ പറഞ്ഞവയെല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓക്കെ, ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രതികരണ ചോദകം, BF സ്കിന്നർ. ഓക്കെ, പ്രതികരണ ചോദകം BF സ്കിന്നർ എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായ ജോഡി. ഓക്കെ, അടുത്ത ചോദ്യം, JP ഗിൽഫോർഡിൻ്റെ ബുദ്ധിഘടനാ മാതൃകയിലെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡലിലെ ശരിയായ അടിസ്ഥാന ഘടകങ്ങൾ ഏതാണ്? ഓക്കെ, ശരിയായ അടിസ്ഥാന ഘടകങ്ങൾ ഏതാണ്? ഇവിടെ കുറേ ഘടകങ്ങളുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രക്രിയകൾ, ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ. ഓക്കെ, പ്രക്രിയകൾ, ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ എന്നുള്ളതാണ് JP ഗിൽഫോർഡിൻ്റെ ബുദ്ധിഘടനാ മാതൃകയിലെ ശരിയായ അടിസ്ഥാന ഘടകങ്ങൾ. ഓക്കെ, പ്രക്രിയകൾ, ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന കാഴ്ചപ്പാടിന് ഏറ്റവും യോജിച്ചത് ഏതാണ്? ഓക്കെ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന കാഴ്ചപ്പാടിന് ഏറ്റവും യോജിച്ചത് ഏതാണ്? ബുദ്ധിപരമായി പരിമിതിയുള്ളവർ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ, മറ്റു കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടവർ, ശാരീരിക മാനസിക വൈകല്യമുള്ളവർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, മറ്റു കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടവർ. ഇതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, തീവ്രമായ കരച്ചിൽ, നഖം കടിക്കൽ, തുള്ളിച്ചാടൽ എന്നിവ ശിശുവികാര പ്രതികരണങ്ങളാണ്. ഇവയെല്ലാം താഴെ പറയുന്ന ഏത് ശിശുവികാരങ്ങളുടെ പ്രത്യേകതകളിൽ പെടുന്നു? ഓക്കെ, ഇവയെല്ലാം താഴെ പറയുന്ന ഏത് ശിശുവികാരങ്ങളുടെ പ്രത്യേകതകളിൽ പെടുന്നു? ഓപ്ഷൻസ് ഉണ്ട്. വൈകാരിക ദൃശ്യത, ചഞ്ചലത, ആവൃത്തി, സംക്ഷിപ്തത. ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ ആണ്, വൈകാരിക ദൃശ്യത. ഓക്കെ, വൈകാരിക ദൃശ്യത എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.